ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യ. അതിപ്പം എല്ലാ മേഖലകളും സ്പേസിലായാലും അതല്ല മറ്റ് അത്യാധുനിക കാര്യങ്ങളായാലൊക്കെ. സ്പേസിലോട്ട് വരുമ്പം നമുക്ക് സ്പേസ് ബേസ്ഡ് സർവൈലൻസ് അഥവാ സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിദ്യ നമ്മൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ്. മറ്റ് ചാര സർവൈലൻസിനെ നമ്മൾ വീക്ഷിക്കുന്നുണ്ട്, അവരുടെ ഉപഗ്രഹങ്ങൾ നമ്മൾ വീക്ഷിക്കുന്നുണ്ട്. അപ്പം ഈ മേഖലയെ ബന്ധപ്പെട്ട് പല സ്വകാര്യ കമ്പനികൾ മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇപ്പം. അതുമായി ബന്ധപ്പെട്ട പല കമ്പനീസ് ഇപ്പം സിന്തറ്റിക് അപ്പറേച്ചർ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ വളരെയധികം മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ഇപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഉപകാരം എന്താണ്? എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇതിനെ ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്നത്? വരുന്ന കാലങ്ങൾ, അതായത് ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങളൊക്കെ തന്നെ കരയിലും കടലിലും ആകാശത്തും മാത്രമല്ല ബഹിരാകാശത്തുമാണ് പോരടിക്കാൻ പോകുന്നത്. ഇനി വരുന്ന യുദ്ധങ്ങളൊക്കെ ബഹിരാകാശത്ത് യഥാർത്ഥത്തിൽ ഇനി വരുന്ന കാലഘട്ടത്തിലെ യുദ്ധങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ബഹിരാകാശമായിരിക്കും. ഈ യുദ്ധം ബഹിരാകാശത്തും സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സ്പേസ് ബേസ്ഡ് സർവൈലൻസ് അഥവാ മിലിറ്ററി സാറ്റലൈറ്റ്സ്, അതിൻ്റെ ഒരു മാർക്കറ്റ് കുതിച്ചുയരുകയാണ്. അങ്ങനെ കുതിച്ചുയരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട റോള് ഇന്ത്യയുടെ സ്വകാര്യ മേഖലയാണ് വഹിക്കാൻ പോകുന്നത്. വളരെ വേഗത്തിലാണ് ഇന്ത്യയുടെ സ്വകാര്യ കമ്പനികൾ, സംരംഭകർ ഈ സ്പേസ് ബേസ്ഡ് സർവൈലൻസ് സാറ്റലൈറ്റ്സ് കുറച്ചുകൂടെ തുറന്നു പറഞ്ഞാൽ ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിലും അതിലെ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിലും അത് മിലിറ്ററിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിലുമൊക്കെ നമ്മുടെ സ്വകാര്യ കമ്പനികൾ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഘടകം എന്നത് സ്പേസിൽ നിന്നുകൊണ്ട് ഭൂമിയെ വീക്ഷിക്കുക, അല്ലെങ്കിൽ ഭൂമിയിൽ എന്താണ് നടക്കുന്നത്, ശത്രു രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് അവരുടെ നീക്കങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുക മാത്രമല്ല, സ്പേസിലുള്ള ശത്രുവിൻ്റെ ഉപഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ശത്രുവിൻ്റെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെ പൊസിഷനിലാണുള്ളത്, അവ എത്ര എണ്ണമാണുള്ളത്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് സ്നൂപ്പിംഗ് എന്ന് പറയുന്ന, അതായത് അവയൊക്കെ പിന്തുടരുകയും അവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മുടെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സുകളുമായിട്ടും ഡാറ്റാ സെന്ററുകളുമായിട്ടും ഒക്കെ പങ്കുവച്ചിട്ട് അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണ്ട പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആക്രമണ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ആകാശ സ്പേസ് ബേസ്ഡ് സർവൈലൻസിൻ്റെ ഒരു പ്രധാന ഭാഗമായിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്പേസ് ബേസ്ഡ് സർവൈലൻസ് 3 എന്ന ഒരു പ്രോഗ്രാം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായി. SBS3 എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്, സ്പേസ് ബേസ്ഡ് സർവൈലൻസ് 3. അതിനുവേണ്ടി 27,000 കോടി രൂപ വക നീക്കി വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. അതിനു വേണ്ടിയിട്ട് 52 ചെറിയ ഉപഗ്രഹങ്ങളുടെ ഒരു സമൂഹം സൃഷ്ടിച്ചെടുക്കുക. ഇപ്പൊ തന്നെ കുറേ എണ്ണം ഉണ്ട്, ബാക്കിയും കൂടെ, അതായത് മൊത്തം ഇത്തരം സ്പേസ് ബേസ്ഡ് സർവൈലൻസ് സാറ്റലൈറ്റ്സിന്റെ എണ്ണം 52 ആക്കുക എന്നുള്ളതാണ്. ഇത് ISRO മാത്രമല്ല വിക്ഷേപിക്കുന്നത്. ISRO ഒക്കെ യഥാർത്ഥത്തിൽ ചെറിയൊരു റോളെ കാണത്തുള്ളൂ. ഇത് സ്വതന്ത്രമായിട്ട് ഇന്ത്യയുടെ സ്വകാര്യ കമ്പനികൾ വിക്ഷേപിക്കുകയും അവര് നൽകുന്ന ഡേറ്റയ്ക്ക് അവർക്ക് സർക്കാർ പൈസ കൊടുക്കും. അതായത് സർക്കാരിന് ഇനി മുതൽ സ്പേസിൽ നിന്ന് ഇന്ത്യയുടെ സ്വകാര്യ മേഖല നൽകുന്ന ഡേറ്റ പ്രോസസ്സ് ചെയ്യുക എന്നുള്ള, പ്രോസസ്സ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളൊരു നിലയിലേക്ക് മാറും. ഈ ഉപഗ്രഹം നിർമ്മിക്കുന്നതും വിക്ഷേപിക്കുന്നതും എല്ലാം സ്വകാര്യ മേഖലയാണ്. അപ്പോൾ അതിനൊരു കൊമേഴ്സ്യൽ ആസ്പെക്റ്റ് കൂടെ ഉണ്ട്. അതായത് ഈ ഉപഗ്രഹങ്ങൾ ഒരു മൾട്ടിപർപ്പസ് ഉപഗ്രഹങ്ങളാണ്. അത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് മാത്രമല്ല, അത് ഭൂമിയെ നിരീക്ഷിക്കുമ്പോൾ ഭൂമിയിലെ പ്രളയം, അതല്ലെങ്കിൽ മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ, അതിനെയൊക്കെ നിരീക്ഷിക്കാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതല്ലാതെ കാർഷിക മേഖലയുടെ പല പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു ഡാം നിറഞ്ഞു കവിയുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് നമ്മുടെ ഈ കലാമിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒരുപാട് വിഷയങ്ങൾ ഇത്തരം ഉപഗ്രഹങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ, മറ്റ് നിരവധി കാര്യങ്ങളിൽ കമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഇതിനുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം കമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഡാറ്റ അതവർ വിറ്റിട്ട് അവർ പണം ഉണ്ടാക്കും ഒരു ഭാഗത്തൂടെ. അത് അവരുടെ ഒരു ബിസിനസ്സാകും. മറുഭാഗത്ത് അവർ
പ്രതിരോധ മേഖലയുടെ കാര്യങ്ങൾ അത് ഭാരത സർക്കാരിന് നൽകുന്നു. ഇന്ത്യയുമായിട്ട് സൗഹൃദമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഇത്തരം പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റയും അവർ നൽകും. ഇപ്പം ഈ മേഖലയിൽ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അസിസ്റ്റ എയറോ എന്ന ഒരു കമ്പനിയുണ്ട്, ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടാണ്. അവരാണ് ഇപ്പോൾ ഈ മറ്റു ഉപഗ്രഹങ്ങളെ മറ്റു രാജ്യങ്ങളുടെ സ്പേസ് ബേസ് അസറ്റുകളെ അതിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ കൃത്യമായിട്ട് വികസിപ്പിച്ചിരിക്കുന്നത്. പിക്സൽ എന്നൊക്കെ പറയുന്ന മറ്റ് കമ്പനികളും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ ദിവസം ചർച്ച ചെയ്യാം. അവരാണ് ഏറ്റവും സൂക്ഷ്മമായ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നത്. പക്ഷെ അത് കൂടുതലും ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഫോട്ടോഗ്രാഫ്സ് ആണ്. പക്ഷെ ഇത് അസിസ്റ്റ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ശൂന്യ ബഹിരാകാശത്തിൽ തന്നെ ഉള്ള മറ്റു ഉപഗ്രഹങ്ങളുടെ ഫോട്ടോ എടുക്കുക. ഈ ഫെബ്രുവരിയിൽ ആ ടെക്നോളജി വിജയകരമായിട്ട് അവർ പരീക്ഷിച്ചു. അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ട്, ISS. ആ ISSന്റെ 2 തരത്തിലുള്ള ഫോട്ടോ എടുത്തിട്ട് അവര് എല്ലാ ആൾക്കാരെയും അതിശയിപ്പിച്ചിരുന്നു. ഇത് പറയുമ്പോൾ നമുക്ക് തോന്നും ഇത് വളരെ നിസ്സാരമായ കാര്യമാണ്. ഒരു ഉപഗ്രഹം ഒരു ഓർബിറ്റിലൂടെ പോകുന്നു, അത് വേറൊരു ഉപഗ്രഹത്തിന്റെ അടുത്തെത്തുമ്പോൾ കൃത്യമായി 2 ഫോട്ടോ എടുത്തു, ഇതിലെന്താ ഇത്ര വലിയ കാര്യം എന്നൊരു സംശയം നമുക്ക് പലർക്കും ഉണ്ടാകാം. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഉപഗ്രഹം എന്ന് പറയുന്നത് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്ന, അതായത് പല ഉപഗ്രഹങ്ങളും ഭൂമിയുടെ ഭ്രമണത്തിന്റെ അതേ വേഗതയിൽ തന്നെ 25,000 കിലോമീറ്റർ മണിക്കൂറിൽ എന്നുള്ള 25,000 കിലോമീറ്ററിലധികം മണിക്കൂറിൽ എന്നുള്ള ആ ഒരു വേഗത കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. പല ഉപഗ്രഹങ്ങളും അത് കണക്ക് പറയുന്നത് സെക്കൻഡിൽ 7 കിലോമീറ്റർ എന്ന വേഗത ഉള്ളവയാണ്. അപ്പൊ അതായത് ഇതിന്റെ പൊസിഷൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മാറിക്കഴിഞ്ഞു. ഒരു സെക്കൻഡിൽ 7 കിലോമീറ്റർ നീങ്ങുക എന്ന് പറയുമ്പോൾ ഒരു ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പൊസിഷൻ മാറിക്കഴിയുകയാണ്. അപ്പം ആ ഒരു ഉപഗ്രഹത്തിന്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ നിശ്ചിത സമയത്തിന് മുൻകൂട്ടി തീരുമാനിക്കണം അത് ഏത് പൊസിഷനിലായിരിക്കും, അതിൻ്റെ കോർഡിനേറ്റ്സ് ഏതായിരിക്കും ഫോട്ടോ എടുക്കുന്ന സമയത്തെന്ന് മുൻകൂട്ടി അതിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം അതിൻ്റെ ഫോട്ടോ എടുക്കേണ്ടത്. ഇത് ഫോട്ടോ എടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ശത്രുവിൻ്റെ അസറ്റുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പല ആംഗിളിൽ ഈ സാറ്റലൈറ്റിനെ പൊസിഷൻ ചെയ്യും. ഇപ്പോൾ ഒരു തവണ ഈ ശത്രുവിൻ്റെ സാറ്റലൈറ്റ് കടന്നു പോകും, അപ്പോൾ പുറകെ മറ്റൊരു സാറ്റലൈറ്റ് ഇതിനു വേണ്ടി കാത്തിരിപ്പുണ്ടായിരിക്കും, അത് വേറൊരു ആംഗിളിലായിരിക്കും ഫോട്ടോ എടുക്കുന്നത്. ആദ്യത്തെ ഉപഗ്രഹം എടുത്ത ഫോട്ടോ ഏത് ആംഗിളിലാണെന്നുള്ളത് ആ രണ്ടാമത്തെ ഉപഗ്രഹമായിട്ട് കൺവേ ചെയ്തിരിക്കും. അതായത് ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിന്റെ സഹായത്തോടു കൂടി ഭൂമിയിലുള്ള ഡാറ്റാ സെന്ററുകളിൽ പ്രോസസ്സ് ചെയ്തിട്ട് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ പോവുകയാണ് മാസ്റ്റർ കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട്. അത് ഉപഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് വരും മണിക്കൂറിൽ, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഭൂമിയിലെ സമയം വെച്ചിട്ട് ഞാൻ പറയാം, ഇപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 12 മണിക്കാണ് ഒരു ഉപഗ്രഹം ഇന്ത്യയുടെ മുകളിൽ വരുന്നതെങ്കിൽ അതിൻ്റെ ഇത്ര കിലോമീറ്റർ ദൂരെ മാറി നമ്മുടെ ഒരു സാറ്റലൈറ്റിനെ നമ്മൾ പൊസിഷൻ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസ്, ഒരു ചൈനയുടെ ഉപഗ്രഹത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ നിരവധി സാറ്റലൈറ്റുകൾ ഈ ചൈനയുടെ ഉപഗ്രഹത്തെ പിന്തുടരുകയാണ്. അങ്ങനെ അതിന് കൃത്യം പല പല ആംഗിളിലുള്ള ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഈ ഉപഗ്രഹത്തിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച്, പേലോഡ് എന്തൊക്കെയാണെന്ന്, അതായത് അതിൻ്റെ സർവൈലൻസ് റഡാർ ഏത് രീതിയിലുള്ളതാണ്, അതിൻ്റെ മറ്റ് ഓപ്റ്റിക്കൽ, അതായത് അത് ഫോട്ടോ എടുക്കുന്ന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ്, ആൻറ്റീനകൾ എങ്ങനെയാണ്, അതെല്ലാം വളരെ കൃത്യമായിട്ട് ഈ ഫോട്ടോഗ്രാഫിയിലൂടെ മനസ്സിലാക്കാനും, പിന്നെ അത് മാത്രമല്ല ഇതിനെ കൃത്യമായിട്ട് പൊസിഷൻ ഇത്ര സമയത്ത് ഇന്ന കോർഡിനേറ്റ്സിലാണ് ഇത് നിൽക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാമെങ്കിൽ നമുക്കതിനെ നശിപ്പിക്കാനും പറ്റും. ഏതെങ്കിലും മറ്റൊരു ഉപഗ്രഹം കൊണ്ട് ഇടിച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു മിസൈൽ പ്രയോഗത്തിലൂടെയോ ഒക്കെ നമുക്ക് അതിനെ നശിപ്പിക്കാൻ പറ്റും. കാരണം ഇന്ത്യ കൃത്യമായിട്ട് ഈ ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പരീക്ഷിച്ച രാജ്യങ്ങളിലൊന്നാണ്. അത് ചൈന, ഇന്ത്യ, റഷ്യ, USA തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഇത്തരം ആൻറ്റി സാറ്റലൈറ്റ് മിസൈലുകളുള്ളത്. പക്ഷെ ഇപ്പോൾ ഞാനീ പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തിൽ സ്വകാര്യ മേഖല വലിയ രീതിയിൽ കടന്നു വരുന്നു എന്നുള്ളതാണ്. ആ സ്വകാര്യ മേഖല നമ്മളിപ്പം ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കും ഇതൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് ഇത്തരം
തന്ത്രപ്രധാനമായ റോളുകൾ കൊടുത്താൽ അവരത് പിന്നെ ദുരുപയോഗം ചെയ്യുമോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. അത് അങ്ങനെ ഒരു സംശയം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ അതിനൊരു മറുപടി കൂടെ തരാം. അതായത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ എല്ലാ തന്ത്രപ്രധാനമായ റോക്കറ്റുകളാകട്ടെ വിമാനങ്ങളാകട്ടെ എല്ലാം നിർമ്മിക്കുന്നത് സ്വകാര്യ മേഖലയാണ്. ലോക്ഹീഡ് മാർട്ടിൻ എന്ന കമ്പനിയാണ് F-35 ലൈറ്റ്നിങ്ങും F-22 റാപ്റ്ററും നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ബോയിങ്, നിരവധി കമ്പനികളുണ്ട്. ഇപ്പോൾ സ്പേസ് എക്സ്, ഇത്തരം സ്വകാര്യ കമ്പനികളാണ്. അതുപോലെ റൈത്തിയോൺ, അങ്ങനെയുള്ള സ്വകാര്യ ഇപ്പോൾ ജർമ്മനി എടുത്തു നോക്കിയാൽ തൈസൺ ഗ്രൂപ്പ്, അവരാണ് അവിടുത്തെ എല്ലാ തരത്തിലുമുള്ള സബ്മറീൻസും നിർമ്മിക്കുന്നത്, അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത്. ഫ്രാൻസിൽ വന്നു കഴിഞ്ഞാൽ അത് ദസോൾട്ട് കമ്പനിയാണ്, അവരാണ് റഫാൽ വിമാനം നിർമ്മിക്കുന്നത്. ഇത് പിന്നെ സർക്കാരിന് ഈ മേഖലയിൽ അത്ര വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തരം മണ്ടത്തരമായിരിക്കും. മാത്രമല്ല ഇതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. അതായത് നമ്മുടെ പിന്നെ രാജ്യത്ത് ബഹിരാകാശ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അതിനൊരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം വന്നാൽ ഇപ്പോൾ ഒരു യുദ്ധത്തിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ISROയുടെ മഹേന്ദ്രഗിരിയിലെ ഒരു സെന്റർ ശത്രുക്കളുടെ, ഇപ്പോൾ ചൈനയുടെ ഒരു മിസൈൽ വന്ന് തകർത്തെന്നിരിക്കട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി സമ്പൂർണ്ണമായിട്ട് നമ്മുടെ സ്പേസ് ബേസ്ഡ് സർവൈലൻസ് സിസ്റ്റം മുഴുവൻ അപ്സെറ്റ് ആകുകയാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഈ മേഖലയിൽ എക്സ്പെർട്ടൈസ് ഉള്ള നിരവധി കമ്പനികളും അവർക്കൊക്കെ തന്നെ നിരവധി കൺട്രോൾ റൂമുകളും നിരവധി ഡാറ്റാ സെന്ററുകളും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഇക്കോസിസ്റ്റം നിലവിൽ വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക കേന്ദ്രത്തെ മാത്രം തകർത്തതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഒരു പ്രതിരോധ സംവിധാനത്തെ, സ്പേസ് ബേസ്ഡ് സർവൈലൻസിനെ ഇല്ലാതാക്കാൻ നമുക്ക് ശത്രുവിന് പറ്റില്ല. അപ്പം സ്വകാര്യ കമ്പനികളുടെ റോൾ അവിടെയാണ്. അതായത് വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക, വലിയൊരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കുക. ആ ഇക്കോസിസ്റ്റത്തിലൂടെ നമ്മൾ പിന്നെ ഒരു നെറ്റ്വർക്കിലൂടെ നമ്മൾ ശത്രുവിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അസിസ്റ്റയുടെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നിരവധി കമ്പനികളുണ്ട്. അതൊന്നും ഞാനിപ്പോൾ തൽക്കാലം സമയപരിമിതി മൂലം നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഈ ഒരു മേഖലയിലേക്ക് അസിസ്റ്റയുടെ AFR എന്നുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഫോട്ടോകൾ എടുത്തത്. ആദ്യത്തെ ഫോട്ടോ 300 കിലോമീറ്റർ അകലെ നിന്നും, രണ്ടാമത്തേത് 245 കിലോമീറ്റർ അകലെ നിന്നുമാണ് ഈ ഉപഗ്രഹം ഫോട്ടോ എടുത്തത്. ഇതിനു മുമ്പ് ISRO സ്പേസ് ഡെക്സ് എന്ന് പറയുന്ന ഒരു 2 ഉപഗ്രഹങ്ങൾ സംയോജിപ്പിക്കുകയും വേർപെടുത്തുകയും ചെയ്യുന്ന ഒരു പരീക്ഷണം നടത്തിയിരുന്നു. അത് ആ സമയത്തും ISROയുടെ ഉപഗ്രഹങ്ങളും ഇത്തരം ഫോട്ടോകൾ എടുത്തിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി പലയിടത്തും നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ 52 ഡെഡിക്കേറ്റഡ് സ്പേസ് സർവൈലൻസ് സാറ്റലൈറ്റുകളുടെ ഒരു സിസ്റ്റം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് മുഖ്യമായിട്ടും ചൈനയാണ് ഈ മേഖലയിൽ ഇന്ത്യ ഭയക്കുന്നത്. പിന്നെ അതുകൂടാതെ US-നെയും ഇന്ത്യ മോണിറ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അതായത് പിന്നെ ഇലോൺ മസ്കിന്റെ പല ഉപഗ്രഹങ്ങളും ഡുവൽ പർപ്പസ് ഉപഗ്രഹങ്ങളാണ്. അതായത് അതിനൊരു മിലിറ്ററി പർപ്പസും കൂടിയുണ്ട്. അതാണ് ഇത്തരം സ്പേസ് സർവൈലൻസ് ശക്തിപ്പെടുത്താൻ നമ്മളെടുത്ത തീരുമാനത്തിന്റെ പിന്നിൽ. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത് സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. എല്ലാവർക്കും അതുവരെ നമസ്കാരം.